இப்போ நீங்கள் நினைக்கிற அந்த ஹார்ன் வந்து வேறு எதுவுமே கிடையாது. அது வேறு யாரும் இல்லை, நான் தான். ജയിലർ അൺലോക്ഡ് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ഹർഷയെ കണ്ടിരുന്നു അല്ലേ? അവൾ എന്നെ വിളിച്ചിരുന്നു. നിങ്ങൾ തമ്മിൽ സംസാരിച്ചൊരു ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി അത് ഇരുചെവി അറിയാതിരിക്കാനാ നോക്കേണ്ടത്. അതെ, 6-7 മാസം അവളെ അനുസരിച്ച് മുമ്പോട്ട് പോയാ വേറെ വിഷയമൊന്നുമില്ല ഇന്ദ്ര. ഭാനുമ്മയ്ക്ക് എല്ലാം അറിയാവുന്നതുകൊണ്ട് സത്യന്റെ കാതിലെങ്ങാനും എത്തുമെന്ന് എന്റെ പേടി. ആ ഭാനുമ്മയൊന്ന് കണ്ടിരുന്നെങ്കിൽ അവരോടൊന്ന് പറയായിരുന്നു. പക്ഷെ അതിനുശേഷമേ അവർ ഈ ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല. അല്ല, ഇതിപ്പോ സത്യനറിഞ്ഞാലും അത് ജ്യോത്സ്യരുടെ പ്രവചനമല്ലേ എന്ന് കരുതി തള്ളിക്കളയേ ഉള്ളൂ. നീയും അങ്ങനെ ഭാവിച്ചാ മതി. പക്ഷേ ആ ഹർഷയെ പിണക്കാതെ നോക്കണം. അവളുടെ നാവിന്ന് വല്ലതും വീണാലേ അത് വിനയാവേ. ആ അല്ല, രവിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന കാര്യത്തിൽ നീ എന്ത് തീരുമാനിച്ചു? എടാ, വെറുതെ കണ്ടമാനം കാശ് സസ്യസാറിന് പലിശയായിട്ട് കൊണ്ട് കൊടുക്കണോ? അതിന്റെ 4-1 പലിശ രവിക്ക് കൊടുത്താ അവൻ അതൊരു സഹായവും ആവും. നീ പലിശ കൊടുത്ത് മുടിയേയില്ല.